നിങ്ങളുടെ എനർജി മോഷ്ടിക്കാൻ വരുന്ന ചില ഈവിൾ സ്പിരിറ്റുകളുണ്ട്. ഇതെന്ത് പറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചില മനുഷ്യരുടെ ശരീരം അല്ലെങ്കിൽ ചില മനുഷ്യരുടെ ജന്മം അവർ വളരെ വീക്കായിട്ടാണ് ജനിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ല, വഴികൂടെ പോകണ ചെണ്ടയാവാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല. എന്ത് പറ്റുമെന്ന് എന്ത് നെഗറ്റിവിറ്റി സൈഡിൽ കൂടെ പോയാലും ഇവരെ കയറി പിടിക്കും. എന്നാൽ ഇവർ ഉപദ്രവിക്കൊന്നുമില്ല, പക്ഷേ ഇവർ നിരന്തരം ഇതിൻ്റെ ഭാഗമായിട്ട് മാറും. ഇത് ഫിയർ ഫാക്ടർ ജനറേറ്റ് ചെയ്യുന്നൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ ഒരു പയ്യൻ കാണാൻ വേണ്ടി വരുന്നു. അവൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞു, ചേട്ടാ, ഞാൻ പറഞ്ഞു പറയും മോനെ, ചേട്ടാ ഞാൻ കണ്ണടച്ച് കാണുമ്പോൾ ശിവൻ്റെ കണ്ണാണ് കാണുന്നത്. ഞാൻ നല്ല കാര്യമില്ലേ, നമുക്കാർക്കും കാണാൻ പറ്റുന്നില്ലല്ലോ ശിവൻ്റെ കണ്ണ്, നീ കണ്ടോ. പക്ഷേ എനിക്കത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അന്നത്തെ ദിവസം ജോലിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവൻ ജോലിക്ക് പോയിട്ട് 3 വർഷമായി, 4 വർഷം കണ്ടായി ഇവൻ ജോലിക്ക് പോയിട്ട്. ഞാൻ പറഞ്ഞു ആഹാ. എന്നിട്ട് ഞാൻ എൻ്റെ മേത്ത് കുറേ ഭസ്മൊക്കെ പൂശി ഞാൻ ശിവനെ തപ്പി ഇറങ്ങി. എന്നിട്ട് എവിടം വരെ പോയി, കാശിയുടെ പകുതി വരെ പോയി പൈസ തീർന്നപ്പോൾ തിരിച്ചു വന്നു. ഒറ്റ പയ്യനാണ്, ഒറ്റ മകനാണ്, വീടിൻ്റെ അകത്തിരിക്കാം, വേറെ ഒന്നുമില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞതൊന്നും ചിന്തിക്കരുത്, തെറ്റിരിക്കരുത്. ഒരു കൂട്ടുകാരെ ഒരുമിച്ച് ഒരു ശ്മശാനത്തിൻ്റെ അടുത്ത് പോയിരുന്ന് ഇത്തിരി കഞ്ചാവ് വലിച്ച. എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടി തട്ടി തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഇത് നമുക്കറിയാലോ, നമുക്ക് പേടി തട്ടുമ്പോൾ പിന്നെ നമ്മൾ കണ്ട സിനിമകൾ, നോവലുകൾ, പ്രേതങ്ങൾ, രൂപങ്ങൾ, ഭാവങ്ങൾ എല്ലാം വരാൻ തുടങ്ങുമല്ലോ. ഈ സാധനം വന്ന് കണ്ണ് തുറക്കുമ്പോൾ മുന്നിൽ ഒരു കണ്ണ് കാണാം. ഞാനതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റില്ല അത് എന്താണ്. ഇവൻ ആർക്കും മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ഇവൻ കണ്ണടയ്ക്കുമ്പോൾ പറയുന്നത് ശരിയാണ്. ഇവൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി മരുന്ന് കഴിച്ചു, ഇവൻ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനത്തെ ശ്രമമായിട്ട് വരുന്നത് അത് ഇവനെ കൊണ്ടുവരുന്നത് ഇവൻ്റെ ഒരു കൂട്ടുകാരനാണ്. എൻ്റെ പൊന്നു ചേട്ടാ, ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചെടുക്കണം, ഇവനെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇവൻ അത്രയും വേസ്റ്റ് കണ്ടീഷനാണ്. ഇവന് നിന്ന് നിൽപ്പിൽ ഇവനെന്താ തോന്നി ഇവനത് ചെയ്യും. ചിലപ്പോൾ റോഡിൻ്റെ നടക്ക് നിൽക്കാൻ തോന്നി അവൻ ആ റോഡിൻ്റെ നടക്ക് നിൽക്കും. എന്നിട്ട് ഇവൻ കണ്ണടച്ചിക്കും. ഇവൻ പറയുന്ന ശിവൻ്റെ കണ്ണ് വന്നു, ഇനി എനിക്ക് അനങ്ങാൻ പറ്റില്ല എന്നാണ് ഇവൻ പറയുന്നത്. ഞാൻ ഇവനെ വിളിച്ചുകൊണ്ടിരുത്തി. ഞാൻ വെച്ചാൽ നീ ഇത് കണ്ണടച്ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ കണ്ണടച്ചു. ഇവൻ ശിവൻ്റെ കണ്ണ് കാണുന്നുണ്ട്. ആ കണ്ടു ഇതേ പോയി വന്നു. നീ കണ്ണുറക്കാൻ പറഞ്ഞു. കണ്ണുറക്കാൻ പറഞ്ഞു. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊരു പേടി തട്ടിയതാണ്. പേടി തട്ടേണ്ട ഒപ്പം തന്നെ ഇവനൊരു നെഗറ്റീവായ എനർജി വേരിയേഷൻ കൂടി സംഭവിച്ചിട്ടുണ്ട്. അത് സത്യമാണ്. പക്ഷേ അത് സിവിയർ അല്ല. പക്ഷേ ഇവന് ആ വന്നിരിക്കുന്ന നെഗറ്റീവായ ഇഷ്യൂസിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, ഇവൻ്റെ ഹാലൂസിനേഷനുമായി ബന്ധപ്പെട്ടിട്ട് കുറേ പിക്ചേഴ്സ് കാണിക്കാൻ തുടങ്ങി. കാണുന്ന ആൾക്കാർക്ക് നെഗറ്റീവായി തോന്നി. ഇവനെ അവിടെ പൂജിക്കൊണ്ടുവന്നു, ഇവിടെ പൂജിക്കൊണ്ടുവന്നു, പള്ളിയുടെ അച്ഛൻ്റെ അടുത്ത് എല്ലായിടത്തും കൊണ്ടുവന്നു. ഇതൊന്നും അല്ല ഇവൻ്റെ പ്രശ്നം. ഞാൻ അവിടെ ഇരുത്തി ഒരു മണിക്കൂറോളം അവൻ്റെ അടുത്ത് സംസാരിച്ചു. എന്നിട്ട് അവന് ചില പ്രോസസ്സുകൾ ചെയ്ത് കൊടുത്തു, കുറച്ച് മെഡിറ്റേഷൻ പ്രോസസ്സുകൾ കൊടുത്തു, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 1 വർഷത്തോളം മുകളിലുണ്ടായി ഈ കേസ് കഴിഞ്ഞിട്ട്. ഭയങ്കര ആക്റ്റീവായിട്ട് ജോലി ചെയ്യുക, ഭയങ്കര സന്തോഷമായിട്ട് ജോലി ചെയ്യുക. നമുക്കൊരു നെഗറ്റിവിറ്റി ഉണ്ട്, എൻ്റെ കൂടെ ഒരു ബാധയുണ്ട്, എൻ്റെ കൂടെ ഒരു സോളുണ്ടെന്ന് അഭിമാനമായിട്ട് പറയുന്ന ഒരുപാട് പേര് എനിക്കറിയാം. എന്തിനാണെന്നറിയാൻ പാടില്ല ഇത്ര അഭിമാനിക്കുന്ന ഇതിൻ്റെ അകത്ത്. കാരണം അത് ഏറ്റവും നെഗറ്റീവായ വെർഷനാണ്. അതായത് അവരുടെ വിചാരം ഇത് അതീന്ദ്രിയമായ കാര്യമാണ്, ഇത് അതീന്ദ്രിയമായി സംഭവിക്കുന്ന കാര്യമാണ്. ഒന്നുമില്ല, ഇത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്ന്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പേടി തട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ചാടിക്കേറിയിട്ട് നിങ്ങൾ വേറെ കാര്യങ്ങളോ പൂജയോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത്. നിങ്ങൾ ആദ്യം അവന് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന, അവന് വിശ്വാസമുള്ള, അത് പെൺകുട്ടികളോ ആൺകുട്ടികളോ വിശ്വാസമുള്ള ഒരാളുടെ അടുത്ത് കൊണ്ട് ആദ്യം ഒന്ന് സംസാരിപ്പിക്കുക. അവനൊന്ന് സംസാരിക്കട്ടെ. സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് പറ്റും, ഇത് കൂടി അതായത് ഡ്രസ്സ് എല്ലാം അഴിച്ചിട്ട് മേത്ത് മുഴുവനും ഭസ്മം വേണ്ടിക്കൊണ്ടിരിക്കുക. എന്തിനാന്ന് അവന് പോലും അറിയാൻ പാടില്ല. ഇപ്പം നന്നായി ഇപ്പം എല്ലാം ഭംഗിയായിട്ടോ, നന്നായി ജോലിക്ക് പോയി. ഞാൻ അവരോട് പറഞ്ഞു, നിനക്കൊരു ഫോണുണ്ടോ? ഇല്ല. ഒരു ബൈക്ക് ഉണ്ടോ? ഇല്ല. നിനക്കൊന്നുമില്ല. പിന്നെ നിനക്ക് ശിവൻ എന്ത് കൊണ്ട് തന്നിട്ടാണ് നീ ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീടിൻ്റെ അകത്ത് കയറിയിരിക്കുന്നത്? എഴുന്നേറ്റ് പണിക്ക് പോടാന്ന് പറഞ്ഞവരുടെ അങ്ങനെ അവനതൊക്കെ നിർത്തി, കാര്യങ്ങളൊക്കെ നിർത്തി, ഭസ്മൊക്കെ പൂശലൊക്കെ നിർത്തി അവസാനിപ്പിച്ച് ഇപ്പോൾ പണിക്ക് പോവാം. ഇപ്പോൾ ഒരു ഫോണൊക്കെ വാങ്ങിച്ചു, ഒരു ബൈക്കൊക്കെ വാങ്ങിച്ചു. കഴിഞ്ഞിട്ട് എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടാ, എനിക്ക് ഭയങ്കര മാറ്റമാണ്, ലൈഫിൽ ഭയങ്കര അടിപൊളിയായി. ഇത്രയേ ഉള്ളൂ. ഈശ്വരനെയൊക്കെ സ്നേഹിക്കാം, ഓവറാവരുത്. ഭക്ഷണം കഴിക്കാം, ഓവറാവരുത്. എന്തും ചെയ്യാം, ഓവറാവരുത്. ഓവറായാൽ ഇത് നമ്മുടെ മാനസികാവസ്ഥ താങ്ങൂല. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് പല സിനിമകളും പല കാര്യങ്ങളും കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നും. സ്പിരിച്വൽ ലൈഫ്, എനർജി വേരിയേഷൻ, നെഗറ്റീവായ പ്രശ്നങ്ങളെല്ലാം ഭയങ്കര പ്രശ്നമാണ്.
കണക്റ്റ് ചെയ്യാതിരിക്കുക മാക്സിമം. നിങ്ങളുടെ ക്യൂരിയോസിറ്റി, ഇപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ പോലും വളരെ ചെറുപ്പത്തിൽ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് പല നെഗറ്റീവായ സോളുകളെ, യക്ഷികളെ കാണണം, പ്രേതങ്ങളെ കാണണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അന്ന് നമുക്കുണ്ടായ തെറ്റിദ്ധാരണയാണ്. പിന്നീട് നമുക്ക് മനസ്സിലായി ഇതിപ്പോൾ എന്താണ് പ്രശ്നമെന്ന്. നമ്മുടെ അടുത്തോട്ട് പല സോളുകളും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് നമുക്കറിയാം അത് എത്രത്തോളം അവരെ ശരീരം സ്വീകരിച്ചുകൊണ്ട സമയത്ത് എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ട്, എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അവർ ജീവിച്ചത്. മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും നെഗറ്റിവിറ്റി അല്ല, എന്നാൽ എല്ലാ നെഗറ്റിവിറ്റിയും സൈക്കോളജിക്കൽ ഇഷ്യൂ അല്ല. ഇതിനെ വേർതിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ എന്തെങ്കിലും തരത്തിലുള്ള സ്പിരിച്വലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ എന്തെങ്കിലും രൂപങ്ങൾ കാണുന്നുണ്ടെന്ന് പറയുകയോ എന്തെങ്കിലും പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയുന്നുണ്ടെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ എഴുന്നേറ്റ് പൂജ ചെയ്യുന്ന പരിപാടി അരുത്. കേൾക്കുമ്പോൾ തന്നെ എവിടെയെങ്കിലും പോയി തലയ്ക്ക് പിടിപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പരിപാടിയും അരുത്. അപ്പോൾ എന്ത് പറ്റും? അവർ കണ്ട കാര്യം, കേട്ട കാര്യം ശരിയാണെന്ന് കുഞ്ഞുങ്ങൾ അങ്ങ് വിശ്വസിക്കും. ചാടിക്കയറി അത് ചെയ്യരുത്. വെയിറ്റ് ചെയ്യുക, തോന്നലാണെന്ന് പറയുക. 1 വട്ടം 2 വട്ടം 3 വട്ടം 4 വട്ടം അത് സംഭവിച്ചതിന് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിൻ്റെ സ്വഭാവത്തിലും മറ്റു പല കാര്യങ്ങളിലും ഇഷ്യൂ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം നിങ്ങളത് എടുക്കാവൂ. ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്വപ്നം കണ്ടതാവാം, ആ സ്വപ്നം പിന്നീട് വന്നാണെന്നില്ല. ചിലപ്പോൾ ഏതെങ്കിലും സിനിമകളോ ചിലപ്പോൾ ഒരാൾ പുറയുന്നെങ്കിലും ഹോ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചാൽ പോലും ഈ ഫിയർ തട്ടും. ഇതുപോലെ നമ്മുടെ ഭയം നമുക്ക് ഇഷ്ടമുള്ളതിനോട് നമ്മൾ കണക്ട് ചെയ്യും. അതൊരു പക്ഷേ ആനയോട് കണക്ട് ചെയ്യാം, പാമ്പിനോട് കണക്ട് ചെയ്യാം, ഈ പ്രേതങ്ങളോട്, പിശാചുകളോട്, നെഗറ്റീവായ ഇഷ്യൂകളോട്, എന്തിനോട് വേണമെങ്കിലും അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഇഷ്ടമോ നമ്മൾ എന്തിനോട് കണക്ട് ചെയ്യുന്നു. ഈ കണക്ട് ചെയ്ത കാര്യങ്ങൾ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ വരെ തുടങ്ങും. എന്ന് പറഞ്ഞാൽ വിഷ്വൽ ഹാലുസിനേഷൻ വരെ നമുക്ക് ലഭിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. പക്ഷേ മൈൻഡ് ചെയ്യാതിരിക്കരുത്. ആ കുഞ്ഞ് രാവിലെ എഴുന്നേൽക്കുന്നുണ്ടോ, എനർജിയിൽ വേരിയേഷൻ ഉണ്ടോ, മറ്റെന്തെങ്കിലും അസ്വാഭാവികമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ, ഇനി നിങ്ങൾ എന്തെങ്കിലും സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇടർച്ചയായിട്ട് സംഭവിക്കുന്നുണ്ടോ, തുടങ്ങിയിട്ടുള്ള ലക്ഷണങ്ങളെല്ലാം വെച്ച് നോക്കിയിട്ട് പുറത്തോട്ട് കടത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്പിരിച്വൽ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ സൈക്കിക്കായിട്ടുള്ള ആളുകളുള്ളത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മെഡിറ്റേഷൻസും പല കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ എനർജി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അറിഞ്ഞാൽ തന്നെ പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ആരുമില്ലതാണ്. മാനസികമായ വിഭ്രാന്തി മാത്രമല്ല, ഒരുപാട് ഇഷ്യൂസ് നമുക്ക് സംഭവിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയും കണ്ടും മാത്രം കാര്യങ്ങൾ ചെയ്യുക. ചില കുഞ്ഞുങ്ങൾ ഈ നമ്മുടെ പൂർവികരെ കണ്ടു, അല്ലെങ്കിൽ നമ്മുടെ മറ്റു പല ആത്മാക്കളെയും കണ്ടു എന്നൊക്കെ പറയുന്നത് നിങ്ങൾ അത്ര കാര്യമായിട്ട് എടുക്കണ്ട. കാരണം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിട്ട് ഇത് കാണാനുള്ള സിദ്ധിയുള്ളവരാണ്. ഇവരെപ്പോഴാണ് ഈ സിദ്ധി നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വളർത്തി തുടങ്ങുമ്പോൾ നമ്മുടെ സ്വഭാവവും നമ്മുടെ കുത്തിത്തിരിപ്പും നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നമ്മൾ ഇവരിലോട്ട് അടിച്ചേൽപ്പിക്കുമ്പോഴാണ് ഇവർക്ക് സിദ്ധി നഷ്ടപ്പെടുന്നത്. പക്ഷെ അത് പിന്നീട് ഒരു ഉപദ്രവമായിട്ടോ അല്ലെങ്കിൽ ബാധാദോഷമായിട്ടോ മാറിയാൽ മാത്രം നിങ്ങൾ കൺസേൺ എടുത്താൽ മതി. അതല്ല നിങ്ങൾ കൺസേൺ എടുക്കണ്ട. പല മനുഷ്യർക്കും ജനിച്ച് കഴിയുമ്പോൾ ജന്മനാന ഇത്തരത്തിലുള്ള സിദ്ധികൾ ലഭിക്കുന്ന മനുഷ്യരുണ്ട്, അല്ലെങ്കിൽ ഒരു മീഡിയമായിട്ട് മാറുന്ന മനുഷ്യരുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമുള്ള സൈക്കിക് കഴിവുകളുള്ള മനുഷ്യരുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യർ ചുറ്റും നമുക്കുണ്ട്. അതൊരു പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളാവും. നമ്മൾ ചിന്തിക്കുമോ എനിക്ക് അങ്ങനത്തെ ഒരു കുഞ്ഞ് ജനിക്കുമോ? ഉറപ്പായിട്ടും ജനിക്കും. നിങ്ങളുടെ യോഗ്യതയോ നിങ്ങളുടെ ക്വാളിറ്റി നോക്കിയിട്ടോ നല്ല നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. അത് അതിൻ്റെ ഒരു പ്രവർത്തനമാണ്. അതൊരു യൂണിവേഴ്സൽ ലോയാണ്. അത് ജനിക്കുന്നു. നിങ്ങളെ കുഞ്ഞുങ്ങളെ വളരെ മനോഹരമായിട്ട് ഡാമേജ് ചെയ്യാതെ വളർത്തുക. വീണ്ടും പറയുന്നു, ഡാമേജ് ചെയ്യാതെ വളർത്തുക. നിങ്ങൾ ആ കുഞ്ഞിനോട് ചെയ്യേണ്ട ഏറ്റവും വലിയ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോട് ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരേ ഒരു കാര്യം അത് മാത്രം. സ്നേഹിക്കേണ്ട, സപ്പോർട്ട് ചെയ്യേണ്ട, കരുതൽ കൊടുക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. അതെല്ലാം ആ കുഞ്ഞ് തനിയെ എവിടെ നിന്നും ഡെവലപ്പ് ചെയ്തോളും. ഉപദ്രവിക്കാതിരിക്കുക. ഉപദ്രവിച്ച് കഴിയുമ്പോഴാണ് കുഞ്ഞുങ്ങൾ പലപ്പോഴും പുറത്ത് പോയിട്ട് സപ്പോർട്ടും ഈ പറയുന്ന മറ്റു പല കാര്യങ്ങളും നേടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളോട്ട് കുറച്ചുകൂടി കുഞ്ഞുങ്ങളെ ഇൻവോൾവ് ചെയ്യുക. നിങ്ങളുടെ ടിപ്പിക്കലി ആയിട്ടുള്ള സ്പിരിച്വൽ കൺസെപ്റ്റുകൾ കുത്തി ഏൽപ്പിക്കാതിരിക്കുക. പള്ളി പോകണം, മുട്ടുകുത്തണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ നന്നായോ? ഇല്ലല്ലോ. പിന്നെ കുഞ്ഞുങ്ങൾ നന്നാവോ? അത് നന്നാവില്ല. ഇവിടെ ഇങ്ങനെ നന്നായിട്ടുള്ള ആരും നമ്മൾ കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റി നമ്മുടെ ഉള്ളിലുള്ള വൃത്തികേടുകൾ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ മാത്രമാണ്. അതല്ലാതെ ഇത് ഈശ്വരനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമൊന്നുമല്ല. ഇതിന് 3, 4, 5 തലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത് ഈശ്വരനുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത്. ആദ്യം നമ്മളിവിടെ ജനിച്ചത് നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ അവസ്ഥകളും വെച്ച് നോക്കിയിട്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാനുണ്ട്. അത് മാറട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ.